2 ദിവസമായിട്ട് മൂക്കടപ്പാ ഡോക്ടറെ. മുഖം കഴുകുമ്പോൾ മൂക്കിൽ വല്ലാത്ത വേദന. രാവിലെ മുതൽ ഇന്ന് തലവേദനയുമുണ്ട്. ഈ രോഗലക്ഷണങ്ങളുമായിട്ടാണ് രാജേഷ് ഒപിയിലെത്തിയത്. മൂക്കൊന്ന് പരിശോധിച്ചപ്പോൾ ചാമ്പയ്ക്ക പോലെ ചുവന്ന് തുടുത്ത് സെപ്റ്റൽ ഹെമറ്റോമ എന്ന് പറയുന്ന പ്രശ്നമാണ് ഞാൻ മൂക്കിൽ കണ്ടത്. എന്താണ് സെപ്റ്റൽ ഹെമറ്റോമ? ഇതെങ്ങനെ ഉണ്ടാവുന്നു? ഇതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ്? ഇത്തരം ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. രണ്ട് ദിവസമായിട്ട് മാറാതെ നിന്ന മൂക്കടപ്പും മുഖം കഴുകുമ്പോഴുള്ള മൂക്കിലെ വേദനയും തലവേദനയും ഒക്കെ ആയിട്ടാണ് രാജേഷ് ഒപിയിലെത്തിയത്. രാജേഷിനെ പരിശോധിച്ച ഉടനെ തന്നെ ഞാൻ ചോദിച്ച കാര്യം, രാജേഷ് എവിടെയെങ്കിലും മറിഞ്ഞു വീണിരുന്നോ, മുഖത്തിന് എന്തെങ്കിലും ഇടി കിട്ടുമോ, അതല്ലെങ്കിൽ അറിയാതെ എവിടെയെങ്കിലും പോയി വീഴുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നോ എന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് രാജേഷ് ഉറപ്പ് നൽകി. എന്നാൽ പെട്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്, ഞാനൊരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ് ഡോക്ടറെ. ഒരു ഏണി പണിസ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചപ്പോൾ 2 ആഴ്ച മുമ്പ് എൻ്റെ മൂക്കിൽ തട്ടിപ്പോയിരുന്നു. ആ സമയത്ത് അസഹനീയമായിട്ടുള്ള വേദനയുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസം കൊണ്ട് അത് കുറയുകയും ചെയ്തു. അത് പിന്നെ ഞാൻ കാര്യമായിട്ട് എടുത്തതുമില്ല. അപ്പോൾ മൂക്കിനുണ്ടായ ഈ ആഘാതമാണ് രാജേഷിൻ്റെ മൂക്കിലെ സെപ്റ്റൽ ഹെമറ്റോമയ്ക്ക് കാരണമായത്. എന്താണ് സെപ്റ്റൽ ഹെമറ്റോമ എന്നറിയണമെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ ഘടനയൊന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണം. മൂക്കിനെ 2ആയിട്ട് വേർതിരിക്കുന്ന നെയ്സൽ സെപ്റ്റത്തിനെ കവർ ചെയ്തുകൊണ്ട് മ്യൂക്കോ പെരികോൺഡ്രിയവും മ്യൂക്കോ പെരിയോസ്റ്റിയവും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് തരുണാസ്ഥിയും എല്ലുമുള്ളത്. അപ്പോൾ ഈ മ്യൂക്കോ പെരികോൺഡ്രിയത്തിൻ്റെ മ്യൂക്കോ പെരിയോസ്റ്റിയത്തിൻ്റെ ഇടയിൽ രക്തം തങ്ങി നിൽക്കുമ്പോഴാണ് സെപ്റ്റൽ ഹെമറ്റോമ എന്ന് പറയുന്ന ഈ പ്രശ്നം ഉണ്ടാവുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സെപ്റ്റൽ ഹെമറ്റോമ ഉണ്ടാവാം? രാജേഷിന് സംഭവിച്ചതുപോലെ മൂക്കിനുണ്ടാവുന്ന ആഘാതം, അത് നമ്മൾ മറിഞ്ഞു വീഴുമ്പോഴാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് അപകടങ്ങളിലാവാം, മൂക്കിനിട്ട് ആരെങ്കിലും വളരെ ശക്തിയായിട്ട് ഇടിച്ചാലൊക്കെ സെപ്റ്റൽ ഹെമറ്റോമ ഉണ്ടാവാം. മറ്റൊരു കാരണം മൂക്കിൽ നമ്മൾ ചെയ്യുന്ന സർജറികൾ, പ്രത്യേകിച്ചും പാലം കറക്റ്റ് ചെയ്യാനുള്ള സർജറിയിലൊക്കെ സെപ്റ്റൽ ഹെമറ്റോമ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, ക്ലോപ്പിഡോഗ്രൽ, ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവരിൽ വളരെ പെട്ടെന്ന് സെപ്റ്റൽ ഹെമറ്റോമ ചിലപ്പോൾ ഉണ്ടാവാം. അതുമാത്രമല്ല, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള കാരണങ്ങളുള്ള അസുഖങ്ങളുള്ളവർക്കും സെപ്റ്റൽ ഹെമറ്റോമ കണ്ടുവരാറുണ്ട്. സെപ്റ്റൽ ഹെമറ്റോമയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രാജേഷ് പറഞ്ഞതുപോലെ 2 മൂക്കും കൂടുതലായിട്ട് അടഞ്ഞടഞ്ഞു വരിക, ഇതോടൊപ്പം മുഖം കഴുകുമ്പോഴൊക്കെ മൂക്കിൻ്റെ മുൻവശത്തായിട്ട് അനുഭവപ്പെടുന്ന അസഹനീയമായിട്ടുള്ള വേദന, പിന്നെയുള്ളത് അസഹനീയമായിട്ടുള്ള തലവേദന. ഇതോടൊപ്പം മൂക്കിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കിയാൽ ഈ സെപ്റ്റൽ ഹെമറ്റോമ രോഗിക്ക് തന്നെ കാണാൻ സാധിക്കും. അതൊന്നും തൊട്ട് നോക്കിയാൽ അമങ്ങിപ്പോകുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് ആയിരിക്കും അത്. ഡോക്ടർ മൂക്ക് പരിശോധിച്ച ശേഷം വളരെ ചെറിയ രീതിയിലുള്ള ബ്ലഡ് കളക്ഷനേ ഉള്ളുവെങ്കിൽ അത് ഒരു വലിയ നീഡിലെടുത്ത് വലിച്ചെടുക്കാം. എന്നാൽ മിക്ക അവസരങ്ങളിലും ഈ സെപ്റ്റൽ ഹെമറ്റോമ കുറച്ച് വലുതായിട്ടുണ്ടാവും. രാജേഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അപകടം സംഭവിച്ചിട്ട് 2 ആഴ്ചയായി. അദ്ദേഹം ആ സമയത്ത് അതൊട്ട് ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഈ സെപ്റ്റൽ ഹെമറ്റോമ വലുതായി കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ രക്തത്തിൻ്റെ കളക്ഷൻ നീക്കം ചെയ്യാനായിട്ട് ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് എന്ന് പറയുന്ന പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. രോഗിക്ക് വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് സാധാരണഗതിയിൽ ചെറിയൊരു മയക്കം കൊടുത്തിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുക. മൂക്കിൽ നിന്ന് ഈ ബ്ലഡ് കളക്ഷനൊക്കെ എടുത്ത ശേഷം 2 മൂക്കും പാക്ക് ചെയ്ത് വെക്കും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു 24 മണിക്കൂർ പാക്ക് ചെയ്ത ശേഷം പിറ്റേ ദിവസം കളക്ഷനൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. സെപ്റ്റൽ ഹെമറ്റോമ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സെപ്റ്റൽ ഹെമറ്റോമ ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ അതിൽ അണുബാധയുണ്ടായി സെപ്റ്റൽ ആപ്സിസ് എന്ന പ്രശ്നത്തിലേക്ക് നയിക്കാം. രാജേഷിൻ്റെ കാര്യത്തിൽ ഈ രക്തത്തിൻ്റെ കളക്ഷൻ കുറച്ച് അണുബാധയുണ്ടായി തുടങ്ങിയിരുന്നു. ഓൾട്ടേർഡ് ആയിട്ടുള്ള കളക്ഷനായിരുന്നു രാജേഷിൻ്റെ മൂക്കിൽ നിന്നും കിട്ടിയത്. ഫ്രാങ്ക് ആയിട്ടുള്ള രക്തമായിരുന്നില്ല. അപ്പോൾ സെപ്റ്റൽ ആപ്സിസ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇതുമൂലം ഉണ്ടാവാം. സെപ്റ്റൽ ആപ്സിസ് കുറച്ചധികം നാൾ ചികിത്സയൊന്നും എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഈ തരുണാസ്ഥികൾ ദ്രവിക്കുകയും മൂക്കിൻ്റെ ഷെയ്പ്പിന് തന്നെ വ്യത്യാസം വന്നേക്കാം. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം ഈ സെപ്റ്റൽ ആപ്സിസ് മൂലം ഉണ്ടാവാം. മൂക്കിലെ കുരു പൊട്ടിക്കണോ എന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാവർണസ് സൈനസ് ത്രോംബോസിസ് എന്ന രോഗാവസ്ഥ. മൂക്കിൻ്റെ താഴ്ഭാഗം ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസിൻ്റെ ഭാഗമായതിനാൽ തലച്ചോറിലേക്കുള്ള രക്തധമനികളുമായി നേരിട്ട് കണക്ഷനുണ്ട്. ഈ അണുബാധ മൂക്കിൽ നിന്ന് തലച്ചോറിലേക്ക് ബാധിച്ചാൽ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന
കാവേർണസ് സൈനസ് ത്രോംബോസിസ് എന്ന പ്രശ്നമുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെപ്റ്റൽ ഹെമറ്റോമയും സെപ്റ്റൽ ആപ്സസും ഒക്കെ നമ്മൾ അതിവേഗം തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ രാജേഷിനുണ്ടായത് മൂക്കിലൊരു ഏണി തട്ടിയതാണെങ്കിൽ പോലും അതൊരു സെപ്റ്റൽ ഹെമറ്റോമയിൽ തുടങ്ങി സെപ്റ്റൽ ആപ്സസിൻ്റെ പാതയിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങളോടൊപ്പം മൂക്ക് പരിശോധിച്ചപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പൊടിക്കൈകളൊന്നും പ്രയോഗിക്കാതിരിക്കുക. ഒരു ഡോക്ടറെ അടുത്ത് തന്നെ സെപ്റ്റൽ ഹെമറ്റോമയ്ക്ക് ചികിത്സ എടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.